അവൾ ഒരു അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, ഒരു ഉദ്യോഗസ്ഥയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവൾക്കുണ്ട്. അവളെ നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവളെ നോക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതാണ് ഓരോ സ്ത്രീകളും. ചിലപ്പോൾ അവളൊരു സൂപ്പർ ഹീറോ പോലെയാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ ഒട്ടും എനർജി ഇല്ലാത്തതുപോലെ അങ്ങ് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ നിരാശയോടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇത് മിക്ക സ്ത്രീകളുടെയും ഒരു പൊതുവായ കഥയാണ്. നിരന്തരമായ വേഷങ്ങൾ ഓരോ സ്ത്രീയും കൈകാര്യം ചെയ്യുന്നു. അവൾ വ്യത്യസ്ത തൊപ്പികൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. മാനസികവും വൈകാരികവും ശാരീരികവുമായ ക്ഷീണം പലപ്പോഴും അവളെ വേട്ടയാടുകയാണ്. എന്നിട്ടും അവൾ അപൂർവമായി പരാതിപ്പെടുന്നു. അവളുടെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ ഒരു ചോദ്യം ഉയരാറുണ്ട്: എനിക്ക് വയ്യ, എനിക്ക് ഈ ജീവിതം മടുത്തു, വയ്യ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ വരുത്തിയാൽ മതി. മാറ്റം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സമയത്ത്, നിങ്ങളുടെ നോർമൽ ഡേയില് എപ്പോഴെങ്കിലും കുറച്ചു സമയമെങ്കിലും കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കണം. ജീവിതത്തിന്റെ അത് ഒരു ദിവസത്തിന്റെ തുടക്കമാകാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനമാകാം, എന്തുമായിക്കൊള്ളട്ടെ. കുറച്ചു സമയം ഈശോയും നിങ്ങളും തമ്മിൽ കുറച്ച് നിശബ്ദമായ ഒരു സമയം ഉണ്ടാകണം. ആ ഒരു സമയം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എനർജി പാക്ക് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ഈശോയെ നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദങ്ങളെല്ലാം മാറി നിങ്ങൾക്കൊരു വലിയ സമാധാനം കൊണ്ടുവരും. നോർമലായി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഈശോയിലൂടെ സമർപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ എഫോർട്ട് എന്ന് പറയുന്നത് വെറും 5% മാത്രമേ കാണത്തുള്ളൂ. ബാക്കി 95% അതെങ്ങനെയെങ്കിലുമൊക്കെ തന്നെ നടന്നു പോകും, ഏറ്റവും സുന്ദരമായിട്ട്. എപ്പോഴും ഓർക്കുക, എനിക്ക് വയ്യായികയാണെന്നും ക്ഷീണമാണെന്നും പറയാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തുക. ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവെന്ന വലിയ ശക്തിയെ, ആ വലിയ സഹായകനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്റെ കർത്താവേ, പരിശുദ്ധാത്മാവെന്ന ആ സഹായകനെ, ആ കാര്യസ്ഥനെ നീ എനിക്ക് നൽകണമേ എന്ന് ഓരോ സ്ത്രീയും പറയണം. പരിശുദ്ധാത്മാവെന്ന സഹായകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തൊരു വലിയ മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. അത് ഒരു ഫാൻസി പോലെ, നമ്മൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് കഥ പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെ ആശ്ചര്യമാകുന്ന ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ടാകും. എന്റെ കർത്താവേ, ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണേ. എനിക്ക് അമ്മയെന്നുള്ള പല റോളുകളുണ്ട്, മകളുണ്ട്, ഞാനൊരു ഭാര്യയാണ്, എനിക്ക് ജോലി സ്ഥലത്തിൽ ധാരാളം സമ്മർദ്ദങ്ങളുണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഓരോ സ്ത്രീയും പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു വലിയ മാറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കും. കർത്താവ് നമ്മളെ ഏറ്റെടുത്ത് അത്ഭുതകരമാവണ്ണം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആകട്ടെ ഓരോ സ്ത്രീകളുമെന്ന് ആശംസിക്കുകയാണ്.